ഹായ്, എല്ലാവർക്കും വിച്ചീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴേ ചില സമയത്ത് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ ഇതിൽ കൂടെ മനസ്സിലാവത്തില്ല. പക്ഷേ ഞാൻ ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നേരം എൻ്റെ ചെറിയൊക്കെ ഇങ്ങനെ കൂടിയൊക്കെ സംസാരിക്കുന്ന പോലെ തോന്നാം. അപ്പം ഇന്ന് സൺഡേ ചർച്ചിലൊക്കെ പോയിട്ട് വന്നയാ. അപ്പോൾ ഇന്ന് വൈകിട്ട് എനിക്കൊന്നും അങ്ങനെ ഉണ്ടാക്കണ്ട, കാരണം ഇന്നലെ ഞാൻ ഇത്തിരി ഉണ്ടാക്കിയത് ഇന്നത്തേക്കും കൂടെ എന്ന രീതിയിലാണ് ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് സുഖം. അപ്പം നാളത്തേക്കിനൊക്കെയുള്ള ഫേസ്ബുക്കിൽ വീഡിയോ ഒക്കെ കുറച്ച് ഇന്നങ്ങ് 2-3 എഡിറ്റ് ചെയ്ത് വെക്കും. പിന്നെ എൻ്റെ കർത്താവേ, എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും ന്യൂസ് കാണുന്നതല്ലേ. ഞാനിത് ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ ന്യൂസ് കണ്ടത്. ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ചിന്തിച്ചാണ് ഫേക്ക് എങ്ങാണോ ആയിരിക്കുമെന്ന്. പിന്നെ ഇന്നാണ് ഓൺലൈൻ ചാനൽ മൊത്തം ഇതേ ഉള്ളു. 6 വയസ്സുള്ളൊരു കുഞ്ഞിനെ ട്രെയിനിൻ്റെ അകത്ത് പീഡിപ്പിച്ച കഥ. അയാളെ ആദ്യം കണ്ടോണ്ട് ഞാൻ ചിന്തിച്ചു. പിന്നീടാണ് വയസ്സൊക്കെ പറയുന്നത്. ഒരു 55 വയസ്സിൽ കൂടുതൽ കാണുമെന്ന് ചിന്തിച്ചു. പിന്നെ 40 വയസ്സെന്ന് പറയുന്നത്. പക്ഷേ കണ്ടാൽ 40 വയസ്സെന്നല്ല പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നത് ഞാൻ റീച്ചാനും കൊടുക്കും. ഞാൻ റീച്ചാൻ തുറക്കുക റീച്ച ഇയാളെ കണ്ടിട്ട് ഇയാളെ നോർമലാണെന്ന് തോന്നുന്നില്ല. എന്തോ ഡ്രഗ്സിന് അടിമയായി ഇയാൾ. അല്ലെങ്കിൽ നോർമലായ ഒരു വ്യക്തി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത സംഭവം. ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കർത്താവെ, അല്പമെങ്കിലും അങ്ങാരുടെ മനസ്സിൽ ഹൃദയത്തിൽ ഒന്നിൽ അയാൾ കല്യാണം കഴിച്ചാണെങ്കിലും പിള്ളേർ മക്കൾ കാണും. അയാളുടെ മനസ്സിൽ ഒരു മൈൻഡ് വന്നു, അല്ലെങ്കിൽ അയാളുടെ സിസ്റ്ററിനെയോ എന്തെങ്കിലും അങ്ങനെ ചിന്തിച്ചു. 6 വയസ്സുള്ളൊരു കുഞ്ഞിനെയൊക്കെ പീഡിപ്പിക്കുന്നവരുടെയൊക്കെ മൈൻഡ് എന്തോ മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്കണക്കിന് അതും ഫാമിലിയായിട്ട് പോയ തമിഴ് ഒരു ഫാമിലി അവരുടെ കുഞ്ഞിനെ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കണ്ട് അറിഞ്ഞു കാണും. എന്ന് വെച്ചാൽ പിന്നെ തമിഴ് നാട്ടിൽ നിന്ന് മീൻസ് ഒരു തമിഴ് ഫാമിലി നമ്മുടെ കേരളത്തിൽ വന്ന എടത്വപ്പള്ളിയിൽ വന്നതാണെന്നാണ് ഒരു ചാനലിൽ ഞാൻ കേട്ടത്. എന്നിട്ട് രാത്രിയിൽ ഒരു 6 വയസ്സുള്ള കുഞ്ഞുണ്ട്. ഇവർ രാത്രി എല്ലാവരും ഉറങ്ങുമല്ലോ. അപ്പം കൊല്ലൊരു കല്ലങ്കാരി പെങ്കൊച്ചാണ് ഇത് പിടിച്ചതും ഇതെല്ലാം പോലീസിനെ അറിയിച്ചത്. എവിടെ സ്ഥലമെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആ സ്ഥലത്തു നിന്ന് അവളൊരു 1 മണിക്ക് എങ്ങാണ്ട് അവൾ കയറിയുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥലമില്ലാഞ്ഞ് ഈ മനുഷ്യൻ്റെ ആ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഇവളും കയറി. അയാൾ പറഞ്ഞ് അയാളിരിക്കുന്നിടത്ത് ഇരുന്നോളാൻ പറഞ്ഞു. അവൾ പറഞ്ഞു വേണ്ട. എന്നാൽ വേറെ 2 പെങ്കൊച്ചും ഉണ്ടായിരുന്നു. പറഞ്ഞു നിങ്ങൾ ആ ചേട്ടന്മാരുടെ 2 ആണുങ്ങൾ അപ്പുറത്തെ സൈഡ് അവിടെ പോയി ഇരുന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. പിന്നെ ഈ പെങ്കൊച്ചിങ്ങനെ ഒന്ന് ഉറങ്ങിയ ഉടനെ ഈ കൊച്ചിൻ്റെ കാലയിൽ ആരോ തോണ്ടുന്ന പോലെ തോന്നി. അപ്പോൾ നോക്കിയോണ്ട് ഇങ്ങാനിവിടെ അവൾ എന്തോന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്നോ. അങ്ങനെ 3 പ്രാവശ്യം പെണ്ണിൻ്റെ കാലിൽ തോണ്ടി. പിന്നെ ഉറക്കം വന്നില്ല. അങ്ങനെ അവളങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അയാൾക്ക് മനസ്സിലായി ഇവള് ഇങ്ങാരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അപ്പുറത്ത് കിടന്ന ഈ ഒരു അപ്പാപ്പൻ്റെ ഒരു പ്രായമുള്ള മനുഷ്യൻ്റെ അടുത്ത് ഉറങ്ങിക്കൊണ്ട് കിടന്ന കുഞ്ഞിനെ ഇങ്ങാരെടുത്തോണ്ട് വന്ന്, കാരണം ആ പുതപ്പ് സഹിതം എടുത്തോണ്ട് വന്ന് ആ കൊച്ചിനെ ഇങ്ങനെ താലോലിക്കുക. അപ്പോൾ അവൾ ചിന്തിച്ച് ഇവരുടെ ആരാടെങ്കിലും കുഞ്ഞായിരിക്കും. ഒരു അപ്പൻ കുഞ്ഞിനെ മകളെ എങ്ങനെ സ്നേഹിക്കുന്നത് തലോടുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങാര് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞുണ്ടേ ഈ കൊച്ചിൻ്റെ ഈ പുതപ്പുണ്ടല്ലോ ഇങ്ങാരുടെ ഈ വലത്തെ തോളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊച്ചിൻ്റെ പറയുമ്പോൾ തന്നെ നാണം ആ ഡ്രസ്സ് മാറ്റി ഇങ്ങാര് എന്താ ചെയ്തു. ഇവർക്ക് മനസ്സിലായി ഇത് ഇങ്ങാരുടെ കൊച്ചല്ലെന്ന്. അപ്പോൾ അവൾ ചോദിച്ചു. അപ്പോൾ അവൾ ഇയാൾ മനസ്സിലായി ഈ പെങ്കൊച്ചിയുടെ ഇയാൾക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഈ പെങ്കൊച്ചി ഇവിടെ ഇങ്ങാരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ട് ഇങ്ങാരിത് വീണ്ടും ഇങ്ങനെ ചെയ്യാൻ പോകും. അത്രയ്ക്ക് ധൈര്യം. അപ്പോൾ അയാളുടെ യഥാർത്ഥ ബോധത്തോടായിരിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ല ലഹരിമരുന്ന് അടിച്ചിട്ട് ഇരുന്നതായിരിക്കും. അപ്പോൾ ഇവള് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൾ മൊബൈലിൻ്റെ അകത്ത് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു അയാൾക്ക് മനസ്സിലാവാതിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്തുണ്ടെങ്കിൽ ഇവള് ചോദിച്ചു ഇത് നിങ്ങളുടെ കൊച്ചാണെന്ന് ചോദിച്ചു. അന്നേരം ആദ്യം എന്നിട്ട് അല്ല. പിന്നെ ഇത് നിങ്ങളുടെ ബന്ധുക്കാരുടെ കൊച്ചാണെന്നോ. ഇത് ഞങ്ങളുടെ ബന്ധുക്കാരുടെ കൊച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണ് ആ തമിഴരെ എണ്ണിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ അടുത്ത് കിടന്ന ഒരു കൊച്ചിനെ അടുത്ത് കിടക്കുന്ന ഒരു കൊച്ചിനെ ഒരാൾ എടുത്തുകൊണ്ട് പോയിട്ട് പോലും ഇവരറിഞ്ഞില്ല. എന്തോ ഉറക്കം അന്നേരം നമ്മുടെ വീടുകളിലാണെങ്കിൽ പോട്ടെന്ന് പറയും. ട്രെയിനിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയെന്ന് വെച്ചാൽ പരിസരബോധം ഇല്ലാതെ. അങ്ങനെ ഈ പെണ്ണ് ബഹളം വെച്ചോണ്ട് ഇങ്ങനെ ഈ കൊച്ചിനോട് ഷൗട്ട് ചെയ്തുകൊണ്ട് എന്തോ ഞാൻ എന്തോ ഇതെന്ന്. പിന്നെ അവിടെ നിന്നുള്ള ആണുങ്ങളൊക്കെ വന്ന് എന്തോ അതൊക്കെ ചോദിച്ച് പോലീസിനെയൊക്കെ വിളിച്ച് എന്തോ എന്തായാലും ഇപ്പോൾ ലോക്കപ്പിലാണ് ഇങ്ങാർ.
എന്തൊക്കെ സംഭവം. അത് 6 വയസ്സുള്ള ആ പെണ്ണ് കണ്ടില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് നാളെ ഒരു കുഞ്ഞൂടെ ചത്തതെന്ന് നമുക്ക് കേൾക്കാം. ഇവൻ്റെയൊക്കെ ഉപകാരം ഇത് കഴിഞ്ഞിട്ട് അതിനെ എങ്ങോട്ടേലും എടുത്ത് കളഞ്ഞെങ്കിൽ എന്തോ ചെയ്യും? ഒരു മനസാലെ ഒരു വ്യക്തി ഇത് ചെയ്യത്തില്ല. ആ ഉള്ളവനൊക്കെ ഇതിനെ കൊന്നാൽ എന്തുവാ, എടുത്ത് എറിഞ്ഞാൽ എന്തുവാ, സ്വന്തം കുഞ്ഞല്ലല്ലേ അല്ല ഫാമിലിയായിട്ട് പോലും മനുഷ്യർക്ക് പോകാൻ ഇപ്പം പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, സഹിക്കാൻ പറ്റുന്നില്ല എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നതെന്നുള്ളത്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തോ ന്യൂസ് കണ്ടാൽ എന്തൊക്കെ വേണ്ട, നമുക്ക് മനസ്സിനൊരിത് കിട്ടുന്ന ഇതല്ല. ഇപ്പം ആൺകൊച്ചുങ്ങളെന്നോ പെൺകൊച്ചുങ്ങളെന്നോ ഒന്നുമില്ല മനുഷ്യർക്കുടെ വികാരവും ചിന്തയും എല്ലാം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അല്പമെങ്കിലും ഒരു ഭയമോ ദൈവമെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ ഇവർ ഇങ്ങനൊന്നും പ്രവർത്തിക്കത്തില്ല. എന്തോ ലോകമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കർത്താവേ. ഈ ലോകം തീരാറായി, അന്ത്യകാലമെടുത്തു. ജാതിയോട് മനുഷ്യരോട് ഇങ്ങനെ ആണും പെണ്ണും അങ്ങനെയല്ല ഇപ്പം നടക്കുന്നത്. പെണ്ണുങ്ങൾ തമ്മിൽ കല്യാണം, ആണുങ്ങൾ തമ്മിൽ കല്യാണം, എന്തൊക്കെയാണ് നടക്കുന്നത്. ഇതൊരു വല്ലാത്ത സംഭവം. ഇപ്പം ആ പെങ്കൊച്ച് അവൾ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനൊരു സംഭവത്തിൽ നിന്ന് 2 പേരെ രക്ഷിക്കുന്നത്. ഇത് 2ാമത്തെ കുഞ്ഞിനെയാണ്. അപ്പോൾ ആ കൊച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ രാവിലെ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ ഇന്നലെ അരച്ച് വെച്ചായിരുന്നു. ഇപ്പം മിക്ക ദിവസവും ഇതാണ്, ഇവർക്ക് സ്കൂളിലും പോകണം. ഇതാകുമ്പോൾ എനിക്കും എളുപ്പമുണ്ടല്ലേ. പിന്നെ ഇടയ്ക്ക് പാസ്തയൊക്കെ ഉണ്ടാക്കും. അപ്പം ഞാൻ ഇഡലി ഒന്ന് ഉണ്ടാക്കട്ടെ. അപ്പം മാവൊക്കെ ഒന്ന് ഉപ്പിട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ ചായയൊക്കെ ഇടട്ടെ. അപ്പം പിള്ളേർക്ക് അവധിയാണേലും ഒരു ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റാൽ മതിയെന്നേ ഉള്ളൂ. നമ്മുടെ ജോലികളെല്ലാം അതുപോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നിനും ഒരു കുറവുമില്ല. ചൂടും പിടിച്ച് ചൂടാന്നേലും മഴയാന്നേലും വെയിലാന്നേലും നമ്മൾ വീട്ടമ്മമാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തേ ഒക്കത്തുള്ളൂ. ഒന്നും മാറ്റി വയ്ക്കാനൊക്കത്തില്ല. അന്നേരം രാവിലത്തേക്ക് എല്ലാം ഒന്ന് ഒതുങ്ങിയതിന് മീൻസ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിള്ളേരുടെ രീതിയിൽ കുറച്ച് നേരം 2 പേർക്ക് ഈ പിയാനോ ഞാനങ്ങനെ വലിയ നമുക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരിടത്ത് ഒതുക്കി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ന് അതെടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് നേരം നീ ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ. അങ്ങനെ 2 പേരും 2 എണ്ണത്തിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ചിക്കനിൽ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇട്ട് തിരുമ്മി വെച്ചേക്കുക. കുക്കറിൽ ചോറ് വെച്ച് വറുത്ത് ഇച്ചിരി ഒന്ന് ഞാൻ തുറന്ന് വെച്ചാൽ കേട്ടോ. ഇന്ന് പുതിയ അരി ഇട്ടു, തിളയ്ക്കട്ടെ. വെള്ളം കുടിക്കാൻ 1 ചെരുവം തിളപ്പിച്ചു. ഇനി ചെറിയ ചെരുവത്തിലൂടെ ഒന്ന് തിളയ്ക്കട്ടെ. ഒരു 10-15 അല്ലി വെളുത്തുള്ളി, വലിയ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7 സവാള. പാരയിലൊക്കെ ചിന്തിക്കും, ചൂടാൻ പിടിച്ച് ചിക്കൻ നല്ലതല്ലല്ലോ എന്ന്. അറിയാമെങ്കിൽ എന്തോ ചെയ്യാനാ, മീൻ പോലും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ പ്രീസണാണെങ്കിൽ എന്നൊന്നും ചോദിയില്ല, മീനില്ലേ. പോളിനങ്ങനെ മീൻ വേണമെന്നൊന്നുമില്ല. എന്തെങ്കിലും അവന് ഇത്തിരി സത്യം പറഞ്ഞാൽ ആ പാകത്തിന് മുളകുണ്ടല്ലേ, ഇച്ചിരി വിനാഗിരി മുളക് അത് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നവന്, കലക്കി കൊടുക്കുന്നവന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിച്ചെന്നാൽ ഇച്ചിരി ചിക്കനാകുമ്പം അപ്പച്ചനാന്നേലും ഇത്തിരി കുശിയായിട്ട് കഴിച്ചോളും. ഇതിപ്പോൾ 1.5 കിലോ ചിക്കൻ്റെ കണക്കാണ്. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് അഥവാ കുറവായിട്ടെങ്ങനെ തോന്നുവാണെങ്കിൽ കടുക് വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറച്ച് ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ നമുക്ക് ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. അപ്പോൾ മസാലയൊക്കെ മൂത്ത്, അപ്പോൾ ആ ഉരുളിയുടെ അടിക്ക് ഇങ്ങനെ മസാലകളെല്ലാം അങ്ങ് ഡ്രൈ ആയിട്ട് ഇരിക്കുമായതുകൊണ്ട് ഒരിച്ചിരി വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തായിരുന്നു. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കനും 2 ഉരുളൻകിഴങ്ങും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാമേ. ഇനി ചിക്കനിൽ നിന്ന് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും.
അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഇച്ചിയും കൂടെ വേവാനുണ്ടേ. ഞാൻ അതിൽ നിന്ന് കുറച്ച് ബോൺലെസ് ചിക്കൻ മാറ്റി എനിക്ക് വേറൊരു ദിവസത്തേക്കിന് വേണ്ടിയിട്ട് ഞാനത് അതിൻ്റെ അകത്ത് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ തിരുമ്മി ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ. മസാല ഇങ്ങനെ പുരട്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. അന്നേരം ചിക്കനൊക്കെ വെന്തായിരുന്നു, ഞാനതൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റിൽ അതിൽ നമുക്ക് കടുക് കൂടെ വറുത്ത് ചേർക്കണം. ഞാനിതിൻ്റെ അകത്ത് 1.5 ടീസ്പൂൺ കടുക്, സവാളയാണ് ചേർത്തത്, കറിവേപ്പില, സവാള ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് ചിക്കനിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കന് കടുക് വറുത്ത് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഇങ്ങനെ കടുക് വറുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഒരു മണവും കിട്ടും. അപ്പോൾ ഈ സമയത്ത് കടുക് വറുക്കുന്ന സമയത്ത് മുളക് പൊടിയുടെയോ ഗരം മസാലയുടെയോ കുരുമുളക് അങ്ങനെ ഡയറക്റ്റ് ചേർക്കാം. ഇപ്പം ഗരം മസാലയും ഡയറക്റ്റ് ചേർക്കാം. മുളക് പൊടി എങ്ങാനും കുറവുണ്ടെങ്കിൽ ഇച്ചിരി ആ സമയത്ത് ചേർക്കാമേ. പച്ചക്കറി വാങ്ങുന്നു, വെണ്ടയ്ക്ക, ഇത് പച്ചമുളകും കറിവേപ്പിലയും. പിന്നെ കുറച്ച് നേരമായി പച്ചക്കറി കൊണ്ടുവന്നിട്ട് എനിക്ക് എടുത്തു വെക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുവന്ന്, പടവലങ്ങ ഇപ്പം കുറേ നാളായി പടവലങ്ങ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി പടവലങ്ങ കിട്ടി. പടവലങ്ങ, പിന്നെ ക്യാരറ്റ്, പിന്നെന്തുമായിരുന്നു, ബീട്രൂട്ട്, ടൊമാറ്റോ, കാബേജ്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ, പിന്നെ മിക്സ് ഭാജി ഇതെല്ലാം കൊണ്ടുവന്നു. അതപ്പോൾ ഞാനെല്ലാം ഒന്ന് ഞാൻ പറഞ്ഞാൽ ഈ ബോക്സ് ചെറുതാണെന്ന്. അപ്പം ഈ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ അങ്ങ് അടിയിലെടുത്തിടും. കാരണം വെളിയിൽ കഴിഞ്ഞ പ്രാവശ്യം വെളിയിൽ വെച്ചിട്ട് അത് ഒരു ദിവസം ആയപ്പോഴത്തേക്കിന് അതങ്ങ് വാടി. അപ്പോൾ ഈ എത്രയും ഇങ്ങനെ ഈ ക്യാരറ്റ് ഇങ്ങനെയൊക്കെയുള്ളത് അടിയിലിട്ടിട്ട് ഈ വെണ്ടയ്ക്കൊക്കെ മുകളിലും വയ്ക്കാം. മിക്സ് ഭാജിക്ക്, സാമ്പാർ ഭാജിക്കകത്ത് അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളൊന്നും ഇല്ല. പിന്നെന്തുവാ, മാങ്ങയുടെ സീസൺ ആയതേ ഉള്ളൂ. മാങ്ങ, പിന്നെ ആപ്പിൾ ഞാൻ ഇച്ചിരി വിനാഗിരി ഉപ്പും ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. പച്ചക്കറി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ദിവസം ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഈ ബോക്സിൻ്റെ അകത്ത് എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചും മറിച്ചുമൊക്കെ നോക്കി. പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കത്തില്ലേ, ചോറും കറികളൊക്കെ, പിന്നെ അവിടെയൊക്കെ വെച്ച് എങ്ങനെയും 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ സമയമുള്ള സമയത്ത് ഞാൻ അങ്ങ് അരിഞ്ഞു വെക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സ്ഥലം കിട്ടുമല്ലോ, ഡബ്ബയിലെങ്ങാണാക്കി ഒതുക്കി വെക്കുവാണെങ്കിൽ. അപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ എന്തുവാണെന്നോ, ഞാൻ ഒരു 3-4 വർഷത്തിന് മുമ്പിട്ട് ഞാൻ വീട്ടിൽ എങ്ങനെയാണ് ഉണക്കമീൻ തയ്യാറാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് ഇങ്ങനെയുള്ള മെത്തേഡല്ലായിരുന്നു. അത് ഞാൻ മീനിൻ്റെ അകത്ത് ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിലങ്ങ് വെച്ചേക്കുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഫേസ്ബുക്കിൽ കണ്ടുണ്ടേ, അതിൽ കണ്ടതാണ് ഞാനിത്. പക്ഷേ ഇതിൽ കല്ലുപ്പാണെങ്കിൽ നല്ല ഏതാണ്ട് ഈ കിഴുത്തപ്പാത്രം ഉണ്ടല്ലോ, ഒരു കിഴുത്തപ്പാത്രത്തിലാണ് ഇത് ഈ മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റേതാണെങ്കിൽ നമുക്ക് എയർടൈറ്റുള്ള കിഴുത്തപ്പാത്രം വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതിൽ ആണെങ്കിൽ ഈ പൊടി ഇടുന്ന ഉടനെ ഒത്തിരി അങ്ങ് താഴെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി കണ്ണി കുറവുള്ള ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പം മറ്റേ മെത്തേഡ് നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന മെത്തേഡും നല്ലതാണ്, ഒരു കുഴപ്പമില്ല. നമ്മളത് ഫ്രിഡ്ജിലിങ്ങനെ ഇതേ മെത്തേഡിൽ മീൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, എയർ ടൈറ്റായിട്ടുള്ളൊരു ഡബ്ബയിലാക്കിയിട്ട് അടച്ച് വെച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്തങ്ങ് വെച്ചാൽ മതി. 1-2 ആഴ്ച അത് ഇരുന്നിട്ട് എടുക്കുമ്പം നല്ല ഉണക്കമീൻ നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് വേറൊരു രീതിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കിഴുത്തുള്ള ഒരു പാത്രം നമുക്ക് വേണമെന്നുള്ളത്. അപ്പം അങ്ങനെ പറയാൻ കാര്യം, ചിലപ്പം വെള്ളം എങ്ങാനും താഴോട്ട് വീഴുവാണെങ്കിൽ അത് വേറൊരു ചരുവത്തിൻ്റെ മുകളിൽ നമ്മളത് വെക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മീനിൻ്റെ മുകളിൽ കവർ ചെയ്ത് ഉപ്പ് കിടക്കണം. അല്ല എങ്കിൽ നമ്മളിപ്പം പച്ച മീനല്ലേ വെക്കുന്നത്, അപ്പോൾ അതിങ്ങനെ പുറത്തിരിക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലേ, അത് പന്നലാവും, കേടാവും. അതുകൊണ്ട് ഈ ഉപ്പ് നന്നായിട്ട് കവർ ചെയ്ത് മീൻ പുറമേ കാണാനേ വരരുത്. ആ രീതിയിൽ ചെയ്തിട്ട്, ഇതിപ്പം വെയിലത്ത് വെക്കണമെന്നൊന്നുമില്ല. ഞാൻ ആ വീഡിയോയിൽ കണ്ടതാണ്, വെയിലത്ത് വെക്കണ്ട, നമ്മുടെ മുറിക്കകത്ത് ഈ അടുക്കളയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഒരു 4-5 ദിവസം കഴിയുമ്പം ഉണക്കമീൻ റെഡിയാകും. പക്ഷേ ഞാനാണെങ്കിൽ ഇപ്പം നല്ല പൊള്ളുന്ന വെയിലല്ലേ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് വെയിലത്തോട്ട് വെക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്താലും നല്ലതാണ്, ചെയ്തില്ലെങ്കിലും കൊള്ളാം. ഇപ്പോൾ എൻ്റേതൊരു 4-5 ദിവസം ആയ ഉടനെ ഇത് ശരിയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പാത്രത്തിൻ്റെ അടിയിലൊന്നും വെള്ളമൊന്നും വന്നില്ല, അങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഞാനൊന്ന് എടുത്ത് നോക്കുന്ന സെയിം നമ്മുടെ ഉണക്കമീൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങിയായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ അച്ചാറിൻ്റെയൊക്കെ പരിപാടി ആയതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കണമല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തില്ലെന്നേ ഉള്ളൂ. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞാണ് ഞാൻ എടുത്തത്.
അതുകൊണ്ട് ഇതുപോലെ മീൻ കാണാതെ നമ്മൾ ഇപ്പം ഒരു പാക്കറ്റ് പൊടി ഉപ്പ് എടുത്തു. പക്ഷേ കല്ലുപ്പാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. കാരണം ഒട്ടും ഉപ്പ് നമുക്ക് വെളിയിൽ പോകത്തൊന്നുമില്ല. കുറേയും കൂടെ കവറായിട്ട് നിൽക്കുകയും ചെയ്തു. പൊടിയുപ്പായതുകൊണ്ടാണ് ഒരു പാക്കറ്റോളം എനിക്ക് വേണ്ടി വന്നത്. അപ്പം ഞാനിതൊന്ന് ഇനിയും വെയിലത്തോട്ടൊന്ന് വെക്കട്ടെ. ഞാൻ വെയിലത്തോട്ട് ബാൽക്കണി വെച്ചപ്പം അത് മറിഞ്ഞു പോകുമെന്നും പറഞ്ഞ് ഞാൻ നമ്മുടെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ചരുവ് എടുത്ത് വെച്ചത്. അടിയിലൊരു നമ്മുടെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ പാത്രം മറിഞ്ഞു പോയാലോ. ഉപ്പ് അഥവാ മീൻ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കണേ. ഇതിപ്പോൾ മീൻ കാണാത്ത വിധത്തിൽ അതിൻ്റെ മുകളിൽ ഉപ്പുണ്ട്. ഞാൻ പക്ഷേ അത് തുറന്ന് വെച്ചിട്ടും കാക്കയൊന്നും വന്നില്ല. കാരണം പുറമേ മീനിൻ്റെ ഒരു സ്മെല്ലൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ രാത്രി പിന്നെ ഇവിടെ പാല് വേണ്ടിയവർക്ക് പാല്, മഞ്ഞൾ പാലിട്ട് കൊടുക്കേണ്ടിയവർക്ക് അങ്ങനെ, പിന്നെ കോഫി വേണ്ടിയവർക്ക് കോഫി. അപ്പം ഞാനൊരു കോഫിയാണ് എടുത്തത്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.